എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി റെസ്റ്റോറൻറ്റ് സ്റ്റൈല് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോളിഫ്ലവർ ഫ്രൈ ഗോബി 65 ആണ്. വളരെ എളുപ്പമുള്ള ഒരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ നമുക്കിത് ചപ്പാത്തിയും പൊറോട്ടയും ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോളിഫ്ലവറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു ഗോബി 65 എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഒരു കോളിഫ്ലവർ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 500 ഗ്രാം അളവിൽ കോളിഫ്ലവർ ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതുപോലെ ഈ ഒരു വലിപ്പത്തിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കോളിഫ്ലവർ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുന്നതാണ് കേട്ടോ ഏറ്റവും ടേസ്റ്റ് കൂടുതൽ. ഒരുപാട് വലുതാണെങ്കിൽ കഴിക്കുന്ന ഒരു സമയത്ത് അത്ര ഒരു രസം ഉണ്ടാവില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലും കുറച്ചും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നന്നായി കഴുകി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക. ഇനി ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് ഏറെ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഇതുപോലെ ഒന്ന് ചൂടായി തിളച്ച് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമ്മൾ ഇപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന കോളിഫ്ലവർ മുഴുവൻ ഇട്ട് കൊടുക്കുക. ശേഷം ഇതിലേക്ക് ഒരു 2 നുള്ളു മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടെടുക്കാം. ഇത് നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മാത്രം മതി. ഒരു 5-6 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഇതുപോലെ നന്നായിട്ടൊന്ന് തിളച്ച് വരാൻ തുടങ്ങും. അപ്പോഴത്തേക്കും നമുക്ക് ഇതുപോലെ ഒരു അരിപ്പത്തവി കൊണ്ട് കോരി വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഇതിൻ്റെ വെള്ളം മുഴുവൻ ഒരു അരിപ്പിലേക്ക് ഊറ്റി വെള്ളം നന്നായിട്ട് കളഞ്ഞിട്ടെടുത്താലും മതി. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു മസാലയൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. അതിനായിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് 1/2 കിലോ കോളിഫ്ലവർ ഉള്ളതുകൊണ്ട് തന്നെ ഞാനൊരു 3 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ടാണ് കേട്ടോ 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിരിക്കുന്നത്. സാധാ എരിവുള്ള മുളക് പൊടി ആണെങ്കിൽ ഇത്രയും നമ്മൾ ഒരിക്കലും ചേർത്ത് കൊടുക്കരുത്, എരിവ് കൂടിപ്പോകും. നമ്മുടെ ഒരു എരിവിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. എരിവുള്ള മുളക് പൊടിയാണ് എടുക്കുന്നതെങ്കിൽ ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണിത്, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ്, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ. വലിയ ടേബിൾ സ്പൂൺ ആണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നാരങ്ങ നീര് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊരു 4 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ കെച്ചപ്പാണ്. അതുപോലെ തന്നെ വളരെ കുറച്ച് മാത്രം 1 ടീസ്പൂൺ അളവിൽ സോയ സോസും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇതുപോലെ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ കോളിഫ്ലവർ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ആ ഒരു പുറമേ നല്ല ക്രിസ്പി ആയി കിട്ടാനും അതുപോലെ തന്നെ ഒരു കോട്ടിങ് ആ ഒരു കോളിഫ്ലവറിൽ നിന്ന് വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്ന ചേരുവകളാണ് ഒരു 1/2 കപ്പ് അളവിൽ അരിപ്പൊടി. ഞാനിപ്പോൾ ഇതിലെടുത്തിരിക്കുന്നത് നമ്മൾ ഇടിയപ്പവും പത്തിരിയൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന വറുത്തിട്ടുള്ള അരിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ അരിപ്പൊടി ഇതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ചും കൂടി നല്ല ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലോർ ആണ് കേട്ടോ. കോൺഫ്ലോർ നമുക്ക് ഒരു 1/2 കപ്പിലും കുറച്ചും കൂടി ചേർത്ത് കൊടുക്കണം. ഒരു 1/4 കപ്പ് അളവിൽ കോൺഫ്ലോർ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഒരു ബാറ്റർ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. 250 ml കപ്പിൽ ഞാൻ 1 കപ്പ് അളവിൽ വെള്ളമാണ് ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് ഞാൻ പറയാം കേട്ടോ എനിക്ക് എത്രത്തോളം ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം ആവശ്യമായിട്ട് വന്നത്. അപ്പോൾ ഇതുപോലെ ആദ്യം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഒരുപാടങ്ങ് കട്ടി കൂടാനും പാടില്ല ഈ ഒരു ബാറ്ററിന്, എന്നാൽ ഒരുപാടങ്ങ് ലൂസായിട്ട് പോകാനും പാടില്ല. ആ ഒരു കോട്ടിങ് അതിൽ പിടിക്കണ്ടേ. അപ്പോൾ നമ്മളൊരു കറക്റ്റ് പാകത്തിനൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കുക. ഇതുപോലെ നമ്മൾ മാവ് റെഡിയാക്കിയതിന് ശേഷം ലാസ്റ്റ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇതിൽ നമ്മൾ ഒരു സോയ സോസ് ചേർത്ത് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ അതിൽ ഉപ്പ് കാണും. അപ്പോൾ ലാസ്റ്റ് ഇതുപോലെ ഒരു ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. 1 കപ്പ് വെള്ളം എടുത്തതിൽ എനിക്ക് ഏകദേശം 1 കപ്പോളം തന്നെ വെള്ളം ആവശ്യമായിട്ട് വന്നു കേട്ടോ. 1 ടേബിൾ സ്പൂണൊക്കെ മിച്ചം വന്നിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈ ഒരു വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് ആയിരിക്കണമെന്നില്ല. നമ്മളിതിൽ ചേർത്തിരിക്കുന്ന പൊടികളുടെയൊക്കെ അനുസരിച്ച് ചിലപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കൂടിയോ കുറഞ്ഞെന്നോ ഒക്കെ ഇരിക്കാം. ഈ ഒരു കറക്റ്റ് പാകത്തിന് നമ്മളൊന്ന് റെഡിയാക്കിയിട്ട് എടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മളൊരു 5 മിനിറ്റോളം കുക്ക് ചെയ്ത് ആ ഒരു വെള്ളമെല്ലാം കളഞ്ഞു വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ബലത്തിലൊന്നും മിക്സ് ചെയ്യരുത്, കാരണം ഇതങ്ങ് പൊട്ടി അങ്ങ് പോകും. അപ്പോൾ വളരെ സാവധാനം പതിയെ വേണം നമ്മൾ മിക്സ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി മൂടി വെച്ച് അടച്ചു വെച്ച് കൊടുത്തിട്ട് കുറഞ്ഞത് നമുക്കൊരു 1/2 മണിക്കൂറെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. 1/2 മണിക്കൂറൊന്നും വെക്കാൻ സമയമില്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് നമ്മളൊരു 15 മിനിറ്റെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണേ. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാവുന്നതാണ്.
അപ്പോൾ ഒരു അരമണിക്കൂറിന് ശേഷം ഇതിലൊരു പാത്രത്തിൽ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നമുക്ക് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ എണ്ണ ഒരു മീഡിയം ചൂടായിട്ട് വരുന്ന ഈ ഒരു സമയത്ത് ഇതിലേക്ക് നമുക്ക് ഈ ഒരു കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. ഒന്നും കൂടി ആ ഒരു ബാറ്ററിലൊന്ന് മുക്കിയിട്ട് വേണം ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കുറച്ച് ഏറെ തന്നെ ഉള്ളതുകൊണ്ട് ഞാൻ 2-3 തവണയായിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. ഒരു സൈഡിൽ നിന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോഴത്തേക്കും ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്തിട്ട് ആ ഒരു സൈഡും കൂടി നമുക്കൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. ഇതുപോലെ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുത്ത് ഇത് നല്ലൊരു ക്രിസ്പി ആയി കിട്ടുന്നതിന് വരെ നമ്മളത് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. ഇതുപോലെ നമ്മൾ ഫ്രൈ ചെയ്തതിന് ശേഷം എടുക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു 4-5 പച്ചമുളക് ഇതുപോലെ നെടുകെ കീറിയത് ഇട്ട് കൊടുക്കുക. പച്ചമുളക് നമ്മൾ നെടുകെ കീറിയതിന് ശേഷം മാത്രമേ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാവുള്ളൂ. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അത് രണ്ടും കൂടി ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക, അല്ലെങ്കിൽ സെപ്പറേറ്റ് വേണമെങ്കിൽ ഫ്രൈ ചെയ്തിട്ട് എടുക്കാമെന്നാണ് കേട്ടോ. അപ്പോൾ ഒരു പച്ചമുളകും കറിവേപ്പിലയും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കോളിഫ്ലവറും നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ആയി കിടക്കുകയാണ്. ഇത് നമുക്ക് എണ്ണയ്ക്കകത്ത് നിന്ന് കോരി മാറ്റിയേക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും എണ്ണയ്ക്കകത്തോട്ടിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇത്രയുള്ള കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈല് ഗോബി 65 കോളിഫ്ലവർ ഫ്രൈ എല്ലാം തന്നെ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത്, നമ്മൾ കോളിഫ്ലവർ ഒക്കെ ആയതുകൊണ്ട് തന്നെ ഫ്രൈ ചെയ്തിട്ട് ആ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ സെർവ് ചെയ്യണം കേട്ടോ. നല്ല ഒരു ചൂടോട് കൂടിയിട്ട് സെർവ് ചെയ്താൽ മാത്രമേ നമുക്കിതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ സെർവ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ സെർവ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈല് കോളിഫ്ലവർ ഫ്രൈ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലെ നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ ആ കാണുന്ന ബെൽ ഐക്കണും കൂടെ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ പുതിയ റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.